ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് നാളായി ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടാഞ്ഞതുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനെ അനുകൂലിക്കുന്നു, ആരൊക്കെ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്ത എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ മുടി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മുടിയുള്ള ഒരാൾക്ക് പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ചെയ്തായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് വെക്കേഷന് പോയിട്ട് ഹോളിഡേക്ക് പോയിട്ട് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വന്നത്. അതിനുശേഷം എൻ്റെ ഈ മുടി തന്നെയാണ് ഉദാഹരണം. എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു എൻ്റെ ഹെയറിന്. ഇപ്പോൾ എൻ്റെ ലെങ്ത് വന്നിട്ട് ഇത്രയാണ്. അപ്പം അവർ പറഞ്ഞത് 10,000 ചെയ്തതാണ് ഞാനിത്. 12,000 ചെയ്തതാണ്. 2,000 ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 14-15 അങ്ങനെ എന്തോ ആയി മുടിക്ക് മാത്രം. അപ്പം അവർ പറഞ്ഞത്, ഞാൻ ഒരുപാട് പരസ്യം ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിൽ മുടിയുടെ ലെങ്ത് അനുസരിച്ചാണ് അവർ പേയ്മെൻറ്റ് മേടിക്കുന്നതാണ് ഏറ്റവും. അതുകൊണ്ടാണ് 10,000 ആയത്. ഇത്രയും നീട്ടം വെച്ചപ്പോഴത്തേന് ബാക്കി ചൂടെ നീളം വെച്ചിരുന്നെങ്കിൽ അത് അതിൽ കൂടുതലായേനെ. അതിൽ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു പോസിറ്റീവ് എന്ന് പറയാനായിട്ട്, ഹെയറിൻ്റെ അറ്റം കണ്ടോ, അറ്റം പൊട്ടുന്നില്ല. അതവർ പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റാണ്. പക്ഷേ ഹെയർ ഫോള് നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷം എൻ്റെ ഹെയർ പണ്ടത്തേതിലും പിന്നത്തേതായിട്ടാണ് ഹെയർ ഫോൾ ആയത്. ഭയങ്കര ഹെയർ ഫോളിങ് ആണ്, ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ആവുന്നുണ്ട്. ഭയങ്കരമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എൻ്റെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാണുമ്പം അറിയാമായിരിക്കും. എനിക്ക് അത്യാവശ്യം ഹെയറിന് നീളമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതുതന്നെയല്ല, എനിക്ക് അത്യാവശ്യം ഉള്ളുണ്ടായിരുന്നു മുടിക്ക്. ഇപ്പം ഉള്ളില്ല, മുടി ആകെ ഇത്ര ഉള്ളൂ. ഇതാണ് എൻ്റെ മുടിയുടെ ഇത്രയും ഇതിങ്ങനെ ആയിരുന്നില്ല എൻ്റെ മുടി. എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല ഉള്ളുണ്ടായിരുന്ന മുടിയാണ്. ആ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ നീളവേ ഉള്ളൂ. പിന്നെ വളർന്നിട്ടുമില്ല, ഒന്നുമില്ല. നീട്ടം വെക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്ന്. പക്ഷേ അതിന് ശേഷം നീട്ടവും വെച്ചിട്ടില്ല, ഒന്നും നീട്ടമേ വെച്ചിട്ടില്ല. ഇപ്പം ഒരു 5-6 മാസത്തിന് മേളിലായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട്. എങ്ങനെ പോയാലും ഇത്തിരി നീട്ടം വെക്കണ്ടേ. സാധാരണ എൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിനുള്ളിൽ ആ മുറിച്ച നീളം തന്നെ വരാറുണ്ടായിരുന്നു, നോർമലി നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേന്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ മുടിയിൽ എന്തെങ്കിലും ചെയ്യുന്നത്. ആദ്യത്തേതും അവസാനത്തേതൊന്നും വേണേൽ പറയാം. ഇനി ഒരു പരീക്ഷണം, ഇത് തലയിൽ ഇനി മുടി ഉണ്ടെങ്കിൽ, കാരണം ഭയങ്കരമായിട്ട് ഹെയർ. അതിന് ശേഷം വന്നൊരു ആഫ്റ്റർ എഫക്റ്റാണ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് വരും. ചിലടത്ത് വട്ടത്തിൽ ഹെയർ പോവും. അതിന് ശേഷം ആ ഒരു ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ളൊരു ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് എനിക്ക് ഇന്നവരെ വന്നിട്ടില്ല. അതിന് മുന്നേ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ, ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുമോ, മുടിക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ പറഞ്ഞത് വെച്ചിട്ട് ഈ മുടി പഴയ മുടി ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഇപ്പം 1 വർഷം ആകുമ്പോഴത്തേന് പഴയ മുടി ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 വർഷം, നവംബർ ആകുമ്പോൾ 1 വർഷമാവും. നവംബർ കഴിയുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാ, ആ പഴയ മുടി ആയെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. മുടിക്ക് നീട്ടം വെച്ചെങ്കിലും ഇടുന്നതായിരിക്കും. പിന്നെ ജസ്റ്റ് പൊട്ടുന്നില്ല. മറ്റേ എൻ്റെ മുടിയുടെ അറ്റം മുഴുവൻ പൊട്ടി പോവുമായിരുന്നു. ഒരുപാട് പൊട്ടി പോവുമായിരുന്നു മുടിയുടെ അറ്റം. അങ്ങനെ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയതും എല്ലാം അത് തന്നെയാണ്.
എൻ്റെ ഫ്രണ്ടും അതെ, അവളുടെ മുടി ഇത് തന്നെയായിരുന്നു, പൊട്ടിപ്പോകലും പൊടി പൊഴിയലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾ ഒരേപോലെയാണ് ഞങ്ങൾ ചെയ്തത്, ഒരേ ടൈമിൽ. പക്ഷേ ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾ രണ്ടിടത്താണ് ചെയ്തത്, പക്ഷേ സെയിം അവസ്ഥയാണ്. മുടിക്ക് ഈ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചിലവർക്ക് നല്ലതാണ്, ചെയ്താൽ നല്ലതാണ്. അത് എന്നെ ചെയ്താൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ പഴയ മുടിയായിരുന്നു നല്ലതെന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു. ഞാനിവിടെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എൻ്റെ പഴയ മുടി തന്നെയായിരുന്നു നല്ലത്, വെറുതെ ചെയ്തു എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാവരും തന്നെ പറഞ്ഞു. ഞാൻ ചെയ്തിട്ട് വീട്ടിൽ ചെന്നപ്പം തന്നെ ചാൻ്റെ പെങ്ങളും അമ്മയൊക്കെ പറഞ്ഞു, അയ്യോ മുടിയാ കളഞ്ഞല്ലോ കൊണ്ടുപോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നെ കണ്ട എല്ലാവരും അയ്യോന്നേ വെച്ചത്. ആരും കൊള്ളാം എന്നൊരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല ആർക്കും. പിന്നെ ചിലവരുടെ മുഖത്തിന് ചേരും, ചിലവരുടെ മുഖത്തിന് ചേരില്ല. എൻ്റെ മുഖത്തിന് ചേരത്തില്ലായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ പഴയ മുടി വരുമ്പം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പക്ഷേ എൻ്റെ മുടി പൊഴിച്ചിൽ കണ്ടിട്ട് എൻ്റെ തലയിൽ ഒരു മുടി പോലും മിച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി മുടി പൊഴിച്ചിലാണ്, ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ട് ആ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ശേഷം. അതിനു മുന്നേ ഇത്ര മുടി പൊഴിയുന്നുണ്ടായില്ല. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെയാണെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം പൊഴിയുന്നത് കൊണ്ട് കൂടിയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ചെയ്തതിന് ശേഷം പണ്ടത്തെ എൻ്റെ പിന്നത്തെ എന്ന് പറയുന്ന പോലെയായി ഭയങ്കരമായിട്ട് മുടി അങ്ങ് പൊഴിഞ്ഞു പോകും. ഒരു കിൻഡൽ മുടിയാണ് എന്നും ഈ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മുടി തലയിൽ കിടക്കുന്നേ കാണുമ്പോൾ അവർക്ക് ഇത്രയും മുടി തലയിലുണ്ടോ എന്ന് തന്നെ ആലോചിക്കാറുണ്ട്. അങ്ങനെ തലേനേക്കാളും മുടിയാണ് തറയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും ആലോചിക്കുക, നല്ലപോലെ ആലോചിക്കുക. ആരുടെയും വീഡിയോ കണ്ടിട്ടോ ഒന്ന് എടുത്ത് ചാടി ചെയ്യാനായിട്ട് നിൽക്കരുത് ഒരിക്കലും. ആ ഒരു നമുക്ക് പിന്നെ ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അത് ശരിയാണ്. ഞാൻ ഈ പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് എടുത്ത് ചാടി ചെയ്ത ഒരാളാണ്. ഒരുപാട് വീഡിയോസ് കണ്ടു, അയ്യോ അവരുടെ മുടി അങ്ങനെയായി ഇങ്ങനെ, നമുക്ക് ആ ഒരു തോന്നലുണ്ടാവുമല്ലോ. അത് ഇത് കണ്ടിട്ടാണ് ഞാൻ പോയി ചെയ്തത്. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും നമ്മൾ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതാണ് അത്യാവശ്യം മുടിയുള്ളവർക്കും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് മതി. പിന്നെ മുടി ഒരുപാട് ചുരുണ്ട മുടിക്കാർക്ക്, നല്ല ഉള്ളുള്ള ഒരുപാട് ചുരുണ്ട മുടിക്കാർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും, അവരുടെ ഫേസിന് അത് ചേരും. എൻ്റെ മുടി ചുരുണ്ട മുടി ആയിരുന്നില്ല, ജസ്റ്റ് വേവി മുടിയായിരുന്നു, ജസ്റ്റ് വേവ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ കിടക്കുന്നത് വേവ്സ് ഇല്ല, ഇത് ജസ്റ്റ് കോലമുടി പോലെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ മുടി. എൻ്റെ വീഡിയോസിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാമായിരിക്കും. ഇപ്പോഴേ കുറച്ച് വീഡിയോസിലുണ്ട് എൻ്റെ പഴയ മുടിയുണ്ട്. അത് അത്യാവശ്യം ലെങ്ത് ഉള്ള മുടിയാണ്. അപ്പം എല്ലാവരും ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക. എല്ലാവരും നല്ലത് എനിക്കറിയില്ല ആരെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളില്ല എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നത് ഇതാണ്: എല്ലാവരും ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ആലോചിക്കുക, നല്ലപോലെ ചിന്തിച്ചിട്ട്. പിന്നെ ഞാൻ ചെയ്ത ബൊട്ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ഒരു ബൊട്ടീക്ക്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം ഞാനാണല്ലോ പോയി ചെയ്തത്, അവരെന്നെ അങ്ങോട്ട് വിളിച്ച് ചെയ്യിപ്പിച്ചതല്ലോ. അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, എൻ്റെ കുഴപ്പം തന്നെയാണ്. അപ്പം അത്യാവശ്യം ഫേമസ് നല്ലൊരു ബൊട്ടീക്കാണ്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു സ്ഥലമാണത്. പക്ഷേ എല്ലാവരും ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ആലോചിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ടോയെന്ന് എനിക്ക് ഉണ്ടാവണം. ഞാനും വീഡിയോസൊക്കെ നോക്കിയപ്പോൾ നല്ലതാണെന്ന് കേട്ടു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ്.
എനിക്കറിയില്ല ഇത് എത്രയോളം എത്രത്തോളം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു തിങ്കിങ് വെച്ചിട്ട് ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് നല്ലപോലെ ആലോചിക്കുക. അത്യാവശ്യം നല്ല അത്യാവശ്യം ഉള്ള മുടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എൻ്റെ മുടി അങ്ങനെയാണ്. എൻ്റെ മുടി അത്യാവശ്യം നല്ല മുടിയായിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കുടുംബത്തിലുള്ളവർ എല്ലാവരും അത്യാവശ്യം നല്ല മുടിയായിരുന്നു, കൊണ്ടുപോയി കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മുടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇതിന് നിൽക്കരുത്. ഞാൻ പിന്നെ എൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തതാണ്. മീൻസ് എല്ലാവരും ചെയ്യുന്നു, എനിക്കും ചെയ്യണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മുടിയിൽ ചെയ്തൊരു കാര്യമാണ്. സ്ട്രൈറ്റനിങ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം, ഈവൻ ഹെയർ സ്ട്രൈറ്റർ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അത് യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല, ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. ഒത്തിരി അങ്ങ് സ്ട്രൈറ്റ് ആയി പോകില്ല. പക്ഷെ ബോട്ടക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല വേവി ആയിട്ട് കിടക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ഇതെടുത്തപ്പോൾ വാവ് എന്ന് എനിക്ക് ഭയങ്കര അയ്യോ നല്ലതാണല്ലോ എന്ന് ഞാൻ തോന്നിപ്പോയി. പക്ഷേ അത് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് നമ്മൾ അവരുടെ ഒരു മിററിൽ അല്ല അവർ കാണിക്കുമ്പോൾ നമുക്ക് വാവ് എന്തും പറയാം, എങ്ങനെ മീൻസ് പറയാൻ വാക്കുകളില്ല, ബിയോണ്ട് ദ വേർഡ്സ് എന്നൊക്കെ പറയാം. പക്ഷേ അത് കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാവരും ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി നല്ലപോലെ ആലോചിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് എന്നെ കേട്ടതിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.